സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര ഒരു തെറ്റിദ്ധാരണയുണ്ട്. അവരെന്തോ വലിയ സംഭവമാണ് എന്നുള്ളത്. സത്യത്തിൽ ഒന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ പ്രധാനമായിട്ടും ഇപ്പോ പ്രൊമോഷൻ നടക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇതൊക്കെയാണ്. ഈ മൂന്ന് മേഖലകളിലും അതിന്റെ റിസൾട്ട് തരേണ്ടത് ഫേസ്ബുക്ക് റിസൾട്ട് ആണെങ്കിൽ ഫേസ്ബുക്ക് ആണ് തരേണ്ടത്, ഇൻസ്റ്റഗ്രാമിന്റെ റിസൾട്ട് ആണെങ്കിൽ ഫേസ്ബുക്ക് തന്നെയാണ് തരേണ്ടത്. യൂട്യൂബിന്റെ റിസൾട്ട് ആണെങ്കിൽ ഗൂഗിൾ ആഡ്സ് വഴിയാണ് യൂട്യൂബിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഗൂഗിൾ ആണ് അതിന്റെ റിപ്പോർട്ട് തരുന്നത്. ഇതൊക്കെ ചെയ്തു തരുന്നത് അവരാണ്. അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ പ്രൊമോട്ടേഴ്സിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പെയ്ഡ് അഡ്വർടൈസ്മെന്റ് എന്ന് നമ്മൾ നോർമൽ രീതിയിൽ പറയാറുണ്ട്, പെയ്ഡ് പ്രൊമോഷൻ എന്നൊക്കെ പറയാറുണ്ട്. സോഷ്യൽ മീഡിയ പ്രൊമോഷനുകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നമ്മൾ കൃത്യമായിട്ടുള്ള ആളുകളിലേക്ക് ആണോ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. കാരണം ഒരുപാട് പറ്റിക്കലുകളും ചതിക്കലും നടത്താൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു മേഖലയാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റുമോ അതിനൊക്കെ പറ്റുന്ന ഒരു മേഖലയാണ് എത്തിക്സ് അങ്ങോട്ട് മറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രധാനമായിട്ടും ഇപ്പോൾ ഫേസ്ബുക്കിനെ നമ്മൾ എടുത്ത് സംസാരിക്കുകയാണ്, ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഫേസ്ബുക്കില് ഇൻസ്റ്റഗ്രാമിലും ഒരേ സമയത്ത് നമുക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റും. പക്ഷെ അത് പലപ്പോഴും മറച്ചു വെച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ സെപ്പറേറ്റ് ആണെന്നും ഇൻസ്റ്റഗ്രാമിൽ സെപ്പറേറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് വാങ്ങുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് പല സോഷ്യൽ മീഡിയ ഏജൻസികളും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ലീഡ്സ് ജനറേഷൻ എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ഇടപെടലുകൾ. ഒരുപാട് ചതികൾ നടക്കുന്നുണ്ട്. ലീഡ് കിട്ടുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ അത് നമുക്ക് ഉപകാരപ്പെടുന്ന ലീഡാണോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നിങ്ങളൊക്കെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടാവും. ആ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുള്ളതൊക്കെ തന്നെ നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ നോക്കാം. വളരെ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ആഡുകളാണ് നമുക്ക് ഫേസ്ബുക്കിൽ ചെയ്യാൻ പറ്റുക. 1 റീച്ച് ആഡ്, 2 ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്ന ആഡ്, 3 എൻഗേജ്മെന്റ് ആണ്. അതിൽ റീച്ച് ആഡ് എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു അഡ്വർടൈസ്മെന്റ്, നമ്മുടെ ഒരു വീഡിയോ, നമ്മുടെ ഒരു പോസ്റ്റർ അത് കൃത്യമായിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചു എന്നുള്ളതിനുള്ള റിപ്പോർട്ടാണ് ശരിക്കും റീച്ച് ചെയ്യുക, അല്ലെങ്കിൽ റീച്ച് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എത്തിക്കഴിഞ്ഞിട്ട് അവർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ റീച്ച് ആയിട്ട് നിലനിൽക്കുകയും കണ്ടു കഴിഞ്ഞാൽ അതിന് ഇംപ്രഷൻ എന്ന് പറയുകയും ചെയ്യും. അവർ കണ്ടു കഴിഞ്ഞു. ഈ 2 വാക്കുകൾ പലപ്പോഴും പലർക്കും തെറ്റിപ്പോകാറുണ്ട്. റീച്ച് എന്താണ്, ഇംപ്രഷൻ എന്താണ് എന്നുള്ളത്. രണ്ടാമത്തത് എൻഗേജ്മെന്റ് ആണ്. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന കസ്റ്റമർ നമ്മുടെ ആ ഒരു റീച്ച് ആഡിലൂടെ കണ്ടിട്ടുള്ള വ്യക്തികൾ നമ്മുടെ പോസ്റ്റിലോ അല്ലെങ്കിൽ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ പോസ്റ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ലിക്ക് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻഗേജ്മെന്റ് ആയി. ഇനി അത് ലൈക്ക് തന്നോളണം എന്നില്ല, ലൈക്ക് തന്നു കഴിഞ്ഞാൽ അതും എൻഗേജ്മെന്റ് ആണ്. ഇനി നമ്മുടെ പേജ് ഫോളോ ചെയ്യുകയാണെങ്കിലും ലൈക്ക് ചെയ്യുകയാണെങ്കിലും അതും എൻഗേജ്മെന്റ് ആയിട്ട് കൂട്ടുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് വരുന്ന എൻഗേജ്മെന്റ് ആഡിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി ലീഡ് ആഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ ആ ഒരു ആഡ് കണ്ടതിന് ശേഷം കസ്റ്റമേഴ്സ് നമ്മളെ ഏതെങ്കിലും രീതിയിൽ കോണ്ടാക്ട് ചെയ്യുന്നതിനെയാണ് ലീഡ് എന്ന് പറയുന്നത്. ഒരു കസ്റ്റമർ നമ്മുടെ റീച്ച് ആഡോ എൻഗേജ്മെന്റ് ആഡോ ബ്രാൻഡിങ് ആഡോ ഏതെങ്കിലും ഒരു ആഡ് കണ്ടതിന് ശേഷം അതിനകത്തൂടെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ലീഡ് കിട്ടുക എന്നാണ് പറയുക. അത് പല രീതിക്ക് ആവാം. മെസ്സഞ്ചറിലൂടെ ആകാം, വാട്സാപ്പിലൂടെ ആകാം, സെപ്പറേറ്റ് ഫോം ഫില്ല് ചെയ്തുകൊണ്ടാവാം, അറിയാണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ഡീറ്റെയിൽ ഒക്കെ വരുന്ന രീതിയിലാവാം. കൃത്യമായ ഫണല് ക്രിയേറ്റ് ചെയ്യാതെ ലീഡ് ആഡ് ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ കൃത്യമായിട്ട് ഫണല് ക്രിയേറ്റ് ചെയ്യാതെ ലീഡ് ആഡ് ചെയ്തു കഴിഞ്ഞാൽ ആ പണം വേസ്റ്റ് ആയി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം,
നമ്മളൊരു ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തു, ആദ്യമായിട്ട് ആഡ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. ഒരു 1000 രൂപയാണ് മുടക്കി കഴിഞ്ഞാൽ കുറെ ലീഡ് ഇങ്ങോട്ട് കിട്ടും എന്നൊരിക്കലും പ്രതീക്ഷിക്കരുത്. സോഷ്യൽ മീഡിയയുടെ ആരും പറഞ്ഞു തരാൻ മടിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണിത്. കാരണം ലീഡ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഫണൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ അരിച്ചരിച്ചരിച്ചരിച്ചെടുത്ത് ഏറ്റവും അവസാനം നമുക്ക് നമ്മുടെ ടാർഗറ്റിലുള്ള കസ്റ്റമറെ കിട്ടുന്ന രീതിയാണ്. അതുകൊണ്ടാണ് ഫണൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് അത്യാവശ്യം നല്ല രീതിക്ക് റീചാർജ് ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് ഇംപ്രഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവരുടെ ഇംപ്രഷൻ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല, നമ്മൾ ആ ആഡ് അവർ കണ്ടു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിനുശേഷം അവരെ നമ്മുടെ അഡ്വർടൈസ്മെന്റിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക. ഒന്നെങ്കിൽ ഈ ആഡിന് കാണാൻ വേണ്ടിയിട്ട് വയ്യ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തുമോ എന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു മെസ്സേജ് ആയാലും കുഴപ്പമില്ല, അവർ കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻഗേജ് ചെയ്ത് അവരെ നിലനിർത്തി നമ്മളുടെ പ്രൊഡക്റ്റിനെ, സർവീസിനെ, നമ്മളുടെ ബ്രാൻഡിനെ കൃത്യമായിട്ട് അവരെ പരിചയപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് ട്രാഫിക് കാർഡൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, ആരെങ്കിലുമൊക്കെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിരന്തരം നമ്മുടെ അഡ്വർടൈസ്മെന്റ് ഇങ്ങനെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നതിന് ബ്രാൻഡിങ് ആഡ് എന്ന് പറയും. സോഷ്യൽ മീഡിയയിലെ പെയ്ഡ് പ്രൊമോഷനിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. ബ്രാൻഡിങ് ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ബ്രാൻഡിങ് ചെയ്യുന്നതുമായിട്ട് ബന്ധമൊന്നുമില്ല. നമ്മുടെ പ്രൊഡക്റ്റ്, സർവീസ് കൂടുതൽ ആളുകളെ നിരന്തരം കൊണ്ട് കാണിക്കുന്നതിനാണ് ബ്രാൻഡിങ് ആഡ് എന്ന് പറയുന്നത്. അങ്ങനെ അത്തരം കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ആഡ് ഒരു പർട്ടിക്കുലർ ആളുകൾ നിരന്തരം കാണുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡ് ആഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനിടയ്ക്കൂടെ ഒക്കെ റീചാർജ് റൺ ചെയ്യുമ്പോഴും, എൻഗേജ്മെന്റ് ആഡ് റൺ ചെയ്യുമ്പോഴും, അതുപോലെ ബ്രാൻഡിങ് ആഡ് റൺ ചെയ്യുമ്പോഴും, ട്രാഫിക് ആഡ് റൺ ചെയ്യുമ്പോഴും ഒക്കെ തന്നെ നമുക്ക് അവർക്ക് ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരത് ലീഡായിട്ട് നമ്മുടെ അടുത്തേക്ക് എടുത്തു കൊണ്ടുവരും. യാതൊരു സംശയമില്ല, നമ്മളെ കോണ്ടാക്ട് ചെയ്യും. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇനി അവര് അങ്ങനെയും വരാത്ത ആളുകളെ നമ്മൾ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽ കളക്ട് ചെയ്തിട്ട് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിനുള്ള ഒരു പ്രയാസം പലർക്കും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ലീഡ് ആഡ് റൺ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളൊരു പെട്ടെന്നൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി നമ്മൾ പുതിയൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് ലീഡ് ആഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കാശ് പോകും, രണ്ട് കൃത്യമായിട്ടുള്ള ഹോട്ടായിട്ടുള്ള എൻക്വയറീസ് നമുക്ക് കിട്ടില്ല. കോൾഡ് ലീഡുകളാണ് കിട്ടാനുള്ള സാധ്യതകൾ ഉള്ളത്. ഇനി റീചാർഡ് ആയാലും ലീഡ് ആഡ് ആയി കഴിഞ്ഞാലും എൻഗേജ്മെന്റ് ആഡ് ആയി ഏത് സോഷ്യൽ മീഡിയ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട പെയ്ഡ് അഡ്വർടൈസ്മെന്റുകൾ ഏത് ചെയ്യുകയാണ്, സ്പോൺസേഡ് ആഡ് രൂപത്തിലുള്ള ആഡുകൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ചെയ്യുകയാണെങ്കിലും ഇതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് മറ്റൊരു ബിസിനസ്സിൽ കുറേ ലീഡ്സ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട്, കുറെ ആളുകൾ അതിനകത്തോട്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിലവിലുള്ള ബിസിനസ്സിലേക്ക് അത് വന്നോളണമെന്നില്ല. ഇനി പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിലേക്ക് അത് വന്നോളണമെന്നില്ല. കാരണം നമ്മുടെ കീവേഡുകൾ വ്യത്യാസം വരുന്നതിനനുസരിച്ച്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിന്റെ വ്യത്യാസം അനുസരിച്ച്, നമ്മൾ എന്താണോ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് അതിനനുസൃതമായിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ അതിനുള്ള സാവകാശം നമ്മൾ കൊടുത്തേ പറ്റും. ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡാണ്. മാർക്കറ്റിൽ ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആണോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അഡ്വർടൈസ്മെന്റിലൂടെ സാധിച്ചിട്ടുണ്ടോ? അപ്പൊ അഡ്വർടൈസ്മെന്റ് കണ്ടന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ചെയ്യുന്ന വീഡിയോ ആയാലും നമ്മൾ ചെയ്യുന്ന പോസ്റ്ററുകളായാലും ഏതായാലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഇതൊക്കെ ആയി കഴിഞ്ഞാലും നമ്മുടെ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലോ ഒക്കെ 4, 3, 7 ഫോളോവേഴ്സിനൊക്കെ വെച്ചുകൊണ്ട് ആഡ് റൺ ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. അത് ആദ്യമേ പറയട്ടെ. അപ്പോൾ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ലിങ്ക് ചെയ്ത് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് പേജിന് അത്യാവശ്യം ഫോളോവേഴ്സും ട്രാഫിക്കും ഒക്കെ ഉണ്ടാക്കി എടുത്തതിന് ശേഷം നമ്മൾ പതുക്കെ പ്രൊമോഷനിലേക്ക് കിടക്കുക. അതിനുശേഷം നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇനി ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ ഫേസ്ബുക്ക് പേജോ യൂട്യൂബോ ചാനലോ ഒക്കെ വാങ്ങിയെന്ന് വിചാരിച്ചൊന്നും കുഴപ്പമില്ല. അത്തരം സർവീസുകളൊക്കെ കിട്ടണമെങ്കിലോ തുടക്കത്തിൽ കുറച്ച് ഫോളോവേഴ്സിനൊക്കെ കയറ്റി വെച്ച് അല്ലേ നമ്മുടെ ഒരു പ്രൊഫൈലിന്റെ ഒരു ഹൈപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.
ഞാൻ എബി കൈലാസ് ആണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.